ഹായ് ഗൈസ്, അങ്ങനെ നമ്മുടെ ദീപ്തീസ് സിതത്തോട് വീഡിയോ ഒക്കെ ഡിലീറ്റായി ഓടി അല്ലെങ്കിൽ വീഡിയോ പ്രൈവറ്റ് ആക്കിയൊക്കെ പറയുന്നവർ ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളെല്ലാം കൂടെ ഒരു മാസ് അറ്റാക്ക് ഒരു വ്യക്തിയുടെ നേർക്ക് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വളരെ സപ്പോർട്ട് ചെയ്യുന്നു, കുറച്ച് പേര് എതിർക്കുന്നവരത് വേണ്ടാത്ത രീതിയിൽ വളച്ചൊടിക്കുന്നു. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള പോലെ നിങ്ങൾ സീരിയൽ എന്ന രീതിയിലാണ് ഈ വ്ളോഗൊക്കെ കാണുന്നത്. എസ്പെഷ്യലി ഈ ദീപ്തി എന്ന് പറയുന്ന ആൾ സ്വന്തം ജീവിതം അതുപോലെ കാണിക്കുന്ന ഒരാളാണ്. ഒരു മാനിപ്പുലേഷൻസും അങ്ങനെയൊന്നും പരിപാടിയൊന്നുമില്ല. ഇപ്പം പ്രവീൺ പ്രണവിൻ്റെ കാര്യത്തിൽ കുറേ ഇല്ലാത്ത കാര്യങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതുപോലുള്ളൊരു സംഭവമല്ല ഞാൻ അറിഞ്ഞിടത്തോളം ദീപ്തി എന്ന് പറയുന്നത്. ഞാൻ പൂർണ്ണ ഉത്തരവാദിത്വം അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ശരിയെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ നമ്മൾ കണ്ടിടത്തോളം അങ്ങനെയുള്ളൊരു ആളല്ല. ഇങ്ങനെ മാസമായിട്ട് അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടുന്ന് കുഞ്ഞിനെ കിട്ടി, ഈ കുഞ്ഞ് അവിഹിത ഗർഭത്തിലുണ്ടായ കുഞ്ഞാണോ, ഇത് കുഞ്ഞുവാവയുടെ നേരത്തെ ഉള്ള കാമുകിക്കുണ്ടായ കുഞ്ഞാണോ, അതിനെയാണോ നിങ്ങളിങ്ങനെ സ്നേഹിക്കുന്നത്? അങ്ങനെ പല വേണ്ടാത്ത ചോദ്യങ്ങൾ. ഇത് സീരിയലല്ലല്ലോ ഇങ്ങനെ വളച്ചൊടിച്ച് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കഥ മാറ്റിവിടാൻ. ഇതവരുടെ ജീവിതമാണ്. ചിലർ എന്തിനു കുഞ്ഞിനെ വിറ്റ് കാശുണ്ടാക്കുന്നു, കുഞ്ഞിനെ എന്തിനു കണ്ടന്റ് ആക്കുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പം അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ കുഞ്ഞുള്ളപ്പം കുഞ്ഞിനെ കാണിക്കാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അവരതിനെപ്പറ്റി പറയുന്നുണ്ട്. കുഞ്ഞിനെ എപ്പോഴായാലും നിങ്ങൾ കാണും, അല്ലെങ്കിൽ കുഞ്ഞിന് സൗണ്ട് കേൾക്കും. അപ്പം നിങ്ങളതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അറ്റാക്ക് എന്തായാലും ഉണ്ടാവും. അപ്പം ഒരാളെ ജീവിക്കാൻ വിടുക. ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ചെയ്യുന്നവർ എസ്പെഷ്യലി അവരുടെ ലൈഫാണിത്. അപ്പം കൂടുതൽ നമ്മളങ്ങോട്ട് ഇൻ്റർവ്യൂ ചെയ്ത് ആളുകൾ വേണ്ടാതൊക്കെ പറഞ്ഞുണ്ടാക്കുക, വേണ്ടാത്ത കമൻറ്റ് ഇടുക, ഇതൊന്നും ഒരു ഇത്രയും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന് നല്ല കാര്യമല്ല. അതിനു മുന്നേ വീണ്ടും നമ്മൾ പഴയ കാര്യങ്ങൾ എടുത്തിടരുതെന്ന് പറയുമെങ്കിലും എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് 2 വീഡിയോ ഇട്ടു, രണ്ടും ഞാൻ പ്രൈവറ്റ് ആക്കി അല്ലെങ്കിൽ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് എന്ന് കരുതിക്കോളൂ. ഇപ്പം നിങ്ങൾക്ക് ആർക്കും കാണാൻ പറ്റില്ല. കാരണം അപ്പോൾ ചോദിക്കും എന്തിനാണ് ഈ കുട്ടീനെ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവന്നതെന്ന്. അതായത് നിങ്ങൾ ഇനി ഞാൻ ഭാവിയിൽ വീഡിയോ എടുക്കുന്ന കൂട്ടത്തിൽ കുട്ടീൻ്റെ കരച്ചിൽ കേൾക്കാം, അല്ലെ വഴിയിൽ എവിടെയെങ്കിലും ഞാനൊരു കൊച്ചിനെ കൊണ്ട് നടക്കുന്ന കാണും, അല്ലെങ്കിൽ കുട്ടീൻ്റെ തൊട്ടിലോ സാധനങ്ങളൊക്കെ കിടു. ഏതായാലും തൊട്ടിൽ വളരേണ്ട പ്രായവും കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ കാരണം നിങ്ങൾക്കപ്പോൾ പെട്ടെന്ന് കുറച്ച് പേരെങ്കിലും ഓർക്കും എങ്ങനെയായിരിക്കും ആ ഒരു കുട്ടീനെ കിട്ടിയേ, അതെന്തെങ്കിലും കള്ളത്തരം ഉള്ളതായിരിക്കും, അതുകൊണ്ടായിരിക്കും പുറത്ത് കാണിക്കാത്തത്, അതുകൊണ്ടായിരിക്കും നമ്മളോട് പറയാത്തത്. ഈ നെഗറ്റീവ് കമൻറ്റ് ഇട്ടവരെല്ലാം അന്നും അപ്പോഴും ഇത് തന്നെ പറയും. അപ്പം നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേരെങ്കിലും അറിഞ്ഞിരിക്കണം എന്താണ് എങ്ങനെയാണെന്നുള്ള ഒരു ഇതുകൊണ്ടാണ് നമ്മളത് കാണിച്ചു. പലരും പറഞ്ഞ പോലെ കുട്ടീനെ വെച്ച് കാശുണ്ടാക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ 2-3 കാര്യമുണ്ട്. ഒന്ന്, കാശുണ്ടാക്കിയാലും കുട്ടീൻ്റെ അമ്മയുണ്ടല്ലോ, അവർക്കും കൂടെ കിട്ടട്ടെന്ന് എന്തെങ്കിലും. ഇപ്പം അതിൻ്റെ ഒരു ഉന്നതിയിലെത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം 5-6 വർഷമായിട്ട് യൂട്യൂബ് ഉണ്ട്. അപ്പം നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നൊക്കെ ആളുകൾ മനസ്സിലാക്കിയിരിക്കേണ്ട സമയം എന്നേ അതിക്രമിച്ചിരിക്കുന്നു. അതിന് ലോസൊക്കെ എങ്ങനെ യൂട്യൂബ് അങ്ങനെ സോഷ്യൽ മീഡിയക്ക് വേണ്ടിയുള്ള ലോസൊന്നും അങ്ങനെ എത്ര സ്ട്രിഞ്ചനായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അതൊരു പ്രശ്നമുണ്ട്. അതൊക്കെ ഇനിയും വരും. ഇങ്ങനെയുള്ള പ്രാക്ടീസസ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ, ഇങ്ങനെ വേണ്ടാത്ത കമൻറ്റ് ഇടുക, വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് മുന്നിൽ ഒരു കൈ എന്തായാലും ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നത്. അപ്പം അതൊന്നും വേണ്ട എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ മെച്യൂറായിട്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ എല്ലാവരും അറിഞ്ഞിരിക്കണം. അതാണ് എനിക്ക് ഇത് കാണുമ്പോൾ തോന്നുന്നത്. എന്തായാലും എന്താണ് ദീപ്തിക്ക് പറയാനുള്ളതെന്നുകൂടെ നമുക്ക് കേൾക്കാം. കുട്ടീനെ വെച്ച് കാശുണ്ടാക്കേണ്ട യാതൊരു കാര്യമില്ല. കുട്ടി ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നമ്മുടെ വീഡിയോ അത്യാവശ്യം കയറുന്ന പോലെ തന്നെ കയറിയിട്ടുള്ളൂ. പിന്നെ കുഞ്ഞിന് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അല്ല, അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് കുട്ടീൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഷോർട്സിൽ കാണാൻ പറ്റും. അല്ലേ, ഇപ്പം നമ്മൾ പോകുന്ന വഴിക്കൊരു വീഡിയോ എടുത്തു, അതിൽ കുട്ടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടീനെ കാണും. പരമാവധി ഞാൻ കാണിക്കാതിരിക്കാൻ ശ്രമിക്കും. പക്ഷെ നമ്മളിപ്പോൾ പുറത്ത് എവിടെയെങ്കിലും വീഡിയോ എടുക്കുമ്പോൾ കുഞ്ഞ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവനെ കാണാം. അല്ലാണ്ട് അവനെയായിട്ടൊരു കണ്ടൻ്റാക്കി അവനെ മാത്രം കാണിച്ചുകൊണ്ട് അങ്ങനെയുള്ള വീഡിയോസ് ഇടില്ല. പിന്നെ ചിലപ്പോൾ ഷോർട്ട് വീഡിയോ ഒക്കെ നമുക്ക് അത്ര സന്തോഷം തോന്നുന്ന ഏതെങ്കിലും മൊമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇടുള്ളൂ. അല്ലാണ്ട് കുട്ടീനെ നമുക്ക് കണ്ടന്റ് ആക്കേണ്ട യാതൊരു കാര്യമില്ല. വേണ്ട, എല്ലാവരും പറഞ്ഞ പോലെ അവന് മാത്രമല്ല, അവൻ വലുതാവുമ്പോൾ അല്ലെ കുറച്ച് കഴിയുമ്പോൾ അവൻ ഈ വീഡിയോ കാണേണ്ടി വന്നാൽ എന്താവും എന്നുള്ളത്. പിന്നെ പലരും ചോദിച്ചാൽ എന്തിനാ ഇത് 2 വീഡിയോ ആക്കി, ആദ്യം തന്നെ കുട്ടീനെ പറ്റി അങ്ങ് കറക്റ്റ് എവിടുന്ന എന്താന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്ന ഇത്ര നെഗറ്റീവ് വരത്തില്ലായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. ശരിയായിരുന്നിരിക്കാം. ഈ നെഗറ്റീവ് പറയുന്നവർ എന്ത് കാര്യം ചെയ്താലും നെഗറ്റീവേ പറയത്തുള്ളൂ. അല്ലാതെ നിങ്ങളൊരു പോസിറ്റീവ് പറയുമ്പോൾ ആ നെഗറ്റീവ് ഇട്ട് ഒരു പോസിറ്റീവ് പറയുമെന്നുള്ള ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ, അതെന്നും വിശ്വാസമായി തന്നെ തുടരും. ഒരിക്കലും അവർ ഒരു നെഗറ്റീവ് ഇടാത്ത ആൾ ഇറ്റ് കൈൻഡ് ഓഫ് നെഗറ്റീവ് ഓടി എന്ത് കണ്ടാലും അതിലൊരു നെഗറ്റീവ്.
നിങ്ങൾ നേരെ തിരിച്ച് ചെയ്തായിരുന്നെങ്കിൽ അതിനൊരു നെഗറ്റീവ്, ഇപ്പോൾ ഇങ്ങനെ ചെയ്യാമെങ്കിൽ ഇതിനൊരു നെഗറ്റീവ്, അങ്ങനെ എല്ലാത്തിനും നെഗറ്റീവ് കാണുന്നവരാണ് അങ്ങനത്തെ ആളുകൾ. അപ്പോൾ അവരെ പറ്റി നമ്മൾ കൂടുതൽ ചിന്തിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ വിചാരിച്ച കുട്ടീനെ പറ്റി ഒന്നും പറയണ്ടെന്നാണ്. പിന്നെ ഇത്രത്തോളം ചോദ്യങ്ങളും കാര്യങ്ങളും വന്നപ്പോൾ എനിക്ക് പറയാണ്ടിരിക്കാൻ നിവർത്തിയില്ലാതെ വന്നപ്പോൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ. വേണമെങ്കിൽ മിണ്ടാണ്ടിരിക്കാമായിരുന്നു. അപ്പോൾ മറ്റ് നിഷ്കളങ്കരായ ആൾക്കാർ ഇതിനിടയ്ക്ക് പെട്ടുപോകും. അവരെക്കുറിച്ചുള്ള അപവാദങ്ങളും കാര്യങ്ങളും പെട്ടുപോകും. എന്നെ പറ്റിയാണ് പറയുന്നതെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് മൈൻഡ് ആക്കണ്ട. മറ്റ് ഫാമിലി വ്ളോഗേഴ്സിനെ പോലെ ഈ കുട്ടി ഉണ്ടാകുമ്പം അല്ലെങ്കിൽ കുട്ടി ഉണ്ടാകുന്ന സമയത്ത് പ്രഗ്നൻ്റ് ആകുമ്പം അങ്ങനെയൊക്കെയുള്ളൊരു കണ്ടന്റ് ഉണ്ടാക്കണം എന്നുള്ളൊരു രീതി ദീപ്തിക്കില്ല. ദീപ്തിക്ക് ആൾറെഡി നല്ലൊരു ഫോളോവേഴ്സ് ഉള്ള അല്ലെങ്കിൽ ഒരു വ്യൂവർഷിപ്പ് ഉള്ള ഒരു ചാനലാണുള്ളത്. അപ്പം ആ ഒരു രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കേണ്ട ആവശ്യം ദീപ്തിക്കില്ല എന്നാണ് ദീപ്തി പറയുന്നത്. പക്ഷേ ദീപ്തി ഈ കുഞ്ഞിനെ കാണിക്കാനുണ്ടായ സംഗതി ദീപ്തി തന്നെ പറയുന്നുണ്ട്. എല്ലാവരും കിടന്ന് എന്തായാലും പിന്നീട് ഒരു അവസരത്തിൽ എല്ലാവരും ചോദിക്കുകയും കുഞ്ഞാരുടെയാണ്, എന്താണ്, ഏതാണെന്നൊക്കെ. അതിന് അന്നേരം മറുപടി പറയുന്നതിനേക്കാൾ നേരത്തെ തന്നെ മറുപടി പറയുന്നതാണ് നല്ലത്. അതാണ് നല്ല തീരുമാനം. ഇവിടെ ദീപ്തി ചെയ്തത് നല്ലൊരു തീരുമാനമാണ്. ദീപ്തിയെ പറ്റി എല്ലാവർക്കും അറിയാം. ഇതിനു മുമ്പ് പല മൃഗങ്ങളെയും കോഴികളെയും ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ആളുകൾ ഉപേക്ഷിച്ചവരെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എന്നുള്ള മൈൻഡ് സെറ്റിൽ ജീവിക്കുന്ന ഒരാളാണ് ദീപ്തി. അങ്ങനെയുള്ള ഒരാളിലും ഇത്രയും നെഗറ്റീവുകൾ കണ്ടെത്തുന്ന ഈ വ്യൂവേഴ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് ഓളികളെ കാണുമ്പോൾ എനിക്ക് എന്ത് പറയണമെന്ന് മനസ്സിലാവുന്നില്ല. അത്രയും നല്ല വ്യക്തികളാണ് ഈ കമൻ്റ് ഇടുന്ന ആളുകൾ. അവരൊക്കെ ഈ പുള്ളിയെ ഇങ്ങനെ പറയുന്നെങ്കിൽ അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം ആലോചിച്ചു. ഇനി അവൻ്റെ മാത്രം കണ്ടന്റ്, കൊച്ചിനെ കുളിപ്പിക്കല്, കൊച്ചിനെ എടുക്കല്, ഇങ്ങനെ മാത്രമുള്ള കണ്ടന്റുകൾ ഇട്ട് വേണ്ട. നമുക്ക് ആരുടെ സിമ്പതി വേണ്ട. ഈ വീഡിയോ ഇടുന്നതുകൊണ്ട് മറ്റൊരു കാര്യം ഞാൻ വിചാരിച്ച ഇത്രേ ഉള്ളൂ. അതായത് ഇതേപോലെ അവസ്ഥയെ കടന്നു പോകുന്ന ആൾക്കാരുണ്ടാവും. എന്ത് ചെയ്യണം, മുന്നോട്ടെങ്ങനെ ജീവിക്കണമെന്നറിയാതെ, ഒരു കുട്ടിയുള്ളത് കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത വ്യക്തികളുണ്ടാവും. അപ്പം നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യുമല്ലോ, അല്ലെ അങ്ങനെയുള്ളവർ ഒന്നുമല്ലെങ്കിൽ കറങ്ങി തിരിഞ്ഞ് എൻ്റെ കോണ്ടാക്റ്റിലായാലും വരുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ, ജീവിക്കാനുള്ളൊരു ധൈര്യം കൊടുക്കുക, അത്ര തന്നെ ഉള്ളൂ. അതിനപ്പുറം ദീപ്തി നെഗറ്റീവ് ഒന്നും കാണാതെ മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബിക്കോസ് നെഗറ്റീവ് ഇടുന്നവർ എന്നും ഉണ്ടാവും. നെഗറ്റീവ് ഇടുന്നവർ നിങ്ങൾക്ക് ഒരു വളം പോലെയാണ്. നെഗറ്റീവ് ഇട്ടാൽ മാത്രമേ നിങ്ങളുടെ ചാനൽ കൂടുതൽ വളർച്ച ഉണ്ടാകത്തുള്ളൂ, കൂടുതൽ ആളുകളിലേക്ക് എത്തത്തുള്ളൂ. ബിക്കോസ് യൂട്യൂബ് എന്ന് പറയുന്നത് ഈ നെഗറ്റീവ് കാരണം വ്യൂവർഷിപ്പ് കൂടുന്നൊരു സംഭവമാണ്. എത്രത്തോളം നെഗറ്റീവ് ഇടുന്നോ അത്രത്തോളം സാധനം കയറി അങ്ങ് സ്പൈക്കാവും. അപ്പം അതൊന്നും വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല. ചിലർ നെഗറ്റീവ് തന്നെ മാനിപ്പുലേറ്റ് ചെയ്തുണ്ടാക്കി വ്യൂവർഷിപ്പ് കൂട്ടാൻ ശ്രമിക്കുന്ന കുറേ ആളുകളുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. പലർക്കും ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും ആരാണ് എന്താണെന്നൊക്കെ ഉള്ളത്. ഞാനായിട്ട് പറയുന്നില്ല, അങ്ങനെയുള്ള കുറേ ആളുകളും ഉണ്ട്. അപ്പം ഇതൊന്നും ഒരു വിഷയമാക്കി കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ മുന്നോട്ട് പോവുക. പിന്നെ ഈ അറ്റാക്ക് ചെയ്യുന്നവർ ഒരു ടൈമിന് ശേഷം അവർക്കത് മനസ്സിലാകും. ഇനി കുറച്ചുകൂടെ ലോ സ്ട്രിഞ്ചൺ ആകുമ്പോൾ അവരുടെ ഈ പരിപാടികളൊക്കെ നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ റൂം അടച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വൃത്തികേടും വിളിച്ച് പറയാമെന്നുള്ള രീതിയിലാണ് ഈ റൂമിനകത്തിരുന്ന് ഈ യൂട്യൂബിൽ കണ്ടന്റ് കാണുന്നവർക്ക് അവരുടേതൊരു ക്ലോസ് സംഭവമാണ്. പക്ഷേ ഇത് പുറത്ത് പോയി കഴിയുമ്പം ഇത് നടുറോഡിൽ നിന്ന് മുണ്ടഴിച്ച് കാണിക്കുന്ന രീതിയിലുള്ള കൊണ്ട് അഖിൽമാരാവ് പറഞ്ഞുകൊണ്ടൊരു സംഭവമാണ് നിങ്ങൾ ഈ ഒരു 4 ചുവരുള്ള റൂമിൽ നിന്ന് ചെയ്യുന്നതെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുന്നില്ല. അവർ നോക്കുമ്പോൾ ആരുമില്ല, എന്തുമില്ല, നമുക്ക് എന്തും ചെയ്യാം. പക്ഷേ ഇത് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അത് ഔട്ട്പുട്ട് വരുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് കാണുന്നത്. അതുകൊണ്ട് ഈ റോഡിൽ നിന്ന് മുണ്ടഴിക്കുന്ന പരിപാടി പോലെ ആണിതെന്നുള്ള കാര്യം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ഇനി മാറാൻ ശ്രമിക്കുക. ഒരു വ്യക്തിയെ ഇങ്ങനെ കണ്ണടച്ച് അധിക്ഷേപിക്കുക അല്ലെങ്കിൽ എന്തും വിളിച്ച് പറയാന്നുള്ളത് ഒരിക്കലും നല്ല കാര്യമല്ല. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ എന്താണ് തോന്നുന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ഗുഡ് ബൈ.